വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന തിയേറ്റർ റെസ്പോൺസിലൊക്കെ നമുക്ക് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. സോ ലെറ്റ്സ് വെൽക്കം ആറാട്ടണ്ണൻ. ഹലോ, എന്തൊക്കെയുണ്ട് ആറാട്ടണ്ണ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. അപ്പൊ ആറാട്ടണ്ണ അപ്പൊ റീസെന്റ് ഞാനൊരു കേസ് കണ്ടു, നമ്മുടെ അലിൻ ജോസ് പെരേരയുടെ കല്യാണം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച ശരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ കേൾക്കുന്നത് ആറാട്ടണ്ണന്റെ സ്ക്രിപ്റ്റ് ആണ്, അത് തട്ടിയെടുത്തു എന്നൊക്കെ. അതിൽ വല്ല സത്യമുണ്ടോ? ഒരു മീഡിയക്ക് അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു, ഇതല്ല വേറെ ഇല്ലായിരുന്നു. അത് പെരേര പറഞ്ഞപ്പോൾ പെരേര ഐഡിയ അടിച്ചു മാറ്റി. പെരേര അടിച്ചു മാറ്റിയതാണ് ഐഡിയ. ഓക്കെ, അപ്പം അങ്ങനെ പെരേര ഒരു ഐഡിയ അടിച്ചു മാറ്റിയപ്പോ ആറാട്ടണ്ണൻ എന്താ തോന്നിയത് ആ സമയത്ത്? എനിക്കെന്ത് ഒന്നും തോന്നിയില്ല, ഒരു വിഷമം പോലും തോന്നിയില്ല. വിഷമം തോന്നിയിട്ട് എന്ത് കാര്യം? ലൈംലൈറ്റ് പെരേര അടിച്ചു മാറ്റിയില്ല, അപ്പൊ ആ ഒരു വിഷമം ഉണ്ടാവും. പെരേരക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത്. അപ്പം ആറാട്ടണ്ണന്റെ റീച്ച് പെരേര തട്ടിയെടുത്തു തോന്നുന്നുണ്ടോ? അതിനിപ്പോ ഞാൻ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാറില്ല, അതെല്ലാം പ്ലാൻ ചെയ്താ ചെയ്യുന്നു. ഡെയിലി ആയാലും പ്ലാൻ ചെയ്ത് ഞാൻ എന്റെ ഒന്നും പ്ലാനിങ് അല്ല, വൈറലായി പോലും പ്ലാൻഡ് അല്ല, ഒന്നും പ്ലാൻഡ് അതിലെല്ലാം പ്ലാൻഡ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിലും ആറാട്ടണ്ണൻ പറയുന്ന പെരേരനെ പറ്റി കുറച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടു. അത് റീച്ചിന് വേണ്ടി പറയുന്നല്ലേ? റീച്ചിന് വേണ്ടി പറയുന്നതാണ്. അതെന്താ അങ്ങനെ റീച്ചിന് വേണ്ടി പറയുന്നത്? അല്ല, പെരേരയിൽ ഇപ്പൊ ഏറ്റവും ഹോട്ട് ടോപ്പിക്കാ, അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വന്നിട്ട് പോകും. അതുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പം വിഷമമൊന്നുമില്ല. വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എനിക്ക് ആദ്യം വൈറലായിട്ട് കുറെ നാള് ഡൗൺ ആയ സമയത്താണ് നിത്യമീനാക്ഷി വന്നത്. അപ്പൊ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ എന്റെ ഇതിലുണ്ട്. ഇനിയിപ്പോ എന്താണ് വരാൻ പോകുന്ന അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്യാറില്ല. അപ്പൊ നിത്യമേനോൻ ഒന്നും പ്ലാൻഡ് ആയ ടോപ്പിക് അല്ലായിരുന്നു? അല്ല, അന്ന് പ്ലാൻഡ് അല്ല, അത് അവര് ഇവിടെ വന്നപ്പോ റിയാക്ട് ചെയ്താണ്. ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അന്ന് വളരെ ഡൗൺ ആയ സമയത്താണ് ആ ഇഷ്യൂ വരുന്നത്. ഓൾമോസ്റ്റ് ഫീൽഡ് ഔട്ട് റീലിലൊക്കെയാണ് ആ ഇഷ്യൂ വരുന്നത്. പക്ഷെ അന്ന് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നിത്യമേനോൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ശരിക്കും ഇഷ്ടം തന്നെയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അതെന്താ ഇപ്പൊ ഇല്ലാത്ത? അവർക്ക് താല്പര്യമില്ല പറഞ്ഞപ്പോ ഞാൻ പിന്മാറി. അത്രേ ഉള്ളൂ ട്രൂ ലവ് ഒക്കെ? ട്രൂ ലവ് എന്നല്ല, 6 വർഷമാണ് പറഞ്ഞ് നടന്നത്. 6 വർഷം? നീള കാലത്ത് ട്രൂ ലവ് വർക്കൗട്ട് ആവില്ലെന്ന് മനസ്സിലായി. പിന്നെ എന്താണ് വർക്കൗട്ട് ആവുന്നത്? എന്താണ് വർക്കൗട്ട്? ഇപ്പോഴത്തെ 2K കേസിലെല്ലാം എന്താണ്, ഇന്നൊരാൾ നാളെ വേറൊരാൾ, ഈ ബ്രേക്കപ്പ് ആയാലും പോകുന്നില്ല. അവർക്ക് ട്രൂ ലവിനേക്കാളും കൂടുതൽ ലസ്റ്റ് തന്നെയാണ്. ട്രൂ ലവ് വളരെ പെയിൻഫുൾ ആണ്. ഓക്കെ, ഇപ്പൊ ഈ 2K കിഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റീസെന്റ് ആയിട്ട് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. MR സെഡ് മമ്മു എന്ന് പറഞ്ഞ ആളുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആറാട്ടണ്ണൻ എന്താ തോന്നിയത്? MR സെഡ് മമ്മു എന്ന് പറഞ്ഞ ആളുടെ ഒരു ഇന്റർവ്യൂ, ഒളിഞ്ഞു നോക്കുന്ന. അതെ, അത് കണ്ടപ്പോ എന്താ തോന്നിയത്? അത് പക്കാ പ്ലാൻഡ് ആണ്. തൊപ്പിയുടെ എല്ലാം പ്ലാൻഡ് ആണ്. തൊപ്പിനെ എനിക്ക് നന്നായിട്ട് അറിയാം. തൊപ്പി ഇടയ്ക്ക ഒരു ബ്രേക്ക് എടുക്കും, പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കും. ഇതെല്ലാം പ്ലാൻഡ് ആണ്, പക്കാ പ്ലാൻഡ് ആണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതിലെല്ലാം ഇതിന്റെ ഇടയ്ക്ക് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ തൊപ്പി പറഞ്ഞു ഇനി ഒരു ചാനലും ഇന്റർവ്യൂ കൊടുക്കൂല, ആ രീതിയിൽ. അതായത് അല്ലെങ്കിൽ കൊടുക്കാറില്ല. ഞാൻ തന്നെ ഒരു ചാനൽ അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു 2 രൂപ വേണമെന്ന് പറഞ്ഞു. രൂപ കൊടുക്കാതെ ചെയ്യില്ല. പക്കാ ബിസിനസ് മൈൻഡ് ആയിട്ട് ആളാണ്. ഓക്കെ, അപ്പം ഇതൊരു നാടകമാണെന്നാണ് പറയുന്നത്. ഒരു സംശയമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകും. അപ്പോ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാന്ന് പറയുമ്പോ അവിടെ ഭാവി പോകുന്നത് ആ ഒരു മമ്മു എന്ന് പറഞ്ഞ പയ്യന്റെ അല്ലേ? അപ്പൊ അതെന്താണ്? അപ്പൊ അങ്ങനെ അവരെല്ലാം ചേർന്ന നാടകമാണ്. അവരെ ആ ടീം മുഴുവൻ ചേർന്നുള്ള നാടകമാണ്. ഇതേപോലെയാണ് പെരേരയും കാണിക്കുന്നത്. പെരേരയ്ക്ക് അതിനനുസരിച്ചുള്ള കാശ് കിട്ടുന്നില്ല, തൊപ്പിക്ക് കാശ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ആറാട്ടണ്ണ ഇവിടെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ. സ്ത്രീകളെ മാത്രമേ, ആണുങ്ങൾ ഇപ്പൊ എല്ലാവരും പറയും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം, ആണുങ്ങൾ റെസ്പെക്ട് ചെയ്യണ്ടേ? സ്ത്രീകളെ മാത്രം റെസ്പെക്ട് ചെയ്താൽ മതിയോ? അങ്ങനെയല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ് ആണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും അവര് പറഞ്ഞ രീതി ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ വിറ്റുപോകണം, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ ആൾക്കാർക്ക് വേണ്ടത്. ഇങ്ങനത്തെ കാര്യം ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യം പറയുമ്പോഴാണ്. അതായത് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. അപ്പം മലയാളികളുടെ മൈൻഡ് അത്രയും മാത്രം പതിച്ചു പോയി എന്നാണ് ആറാട്ടണ്ണൻ. വളരെ പതിച്ചു. ഇവിടെ അപരാധം അല്ലെങ്കിൽ അഡൽട്ട് അല്ലെങ്കിൽ കോമാളിത്തം, ഇതൊക്കെയാണ് വിറ്റുപോകുന്നത്. അപ്പൊ ആറാട്ടണ്ണൻ ഇപ്പം ഇതൊന്നൊക്കെ കുറെ മാറി നിൽക്കുന്ന റീച്ച് കുറഞ്ഞിരിക്കുകയാണ്. ജയിലിന് ശേഷം ഇതിൽ മാറി നിന്നപ്പോൾ റീച്ച് കുറഞ്ഞു. റീച്ച് വേണമെങ്കിൽ ഇങ്ങനത്തെ ബോംബുകൾ ഇറക്കണം. എനിക്കിപ്പോഴും അറിയാം എന്തൊക്കെ വീഡിയോസ് ഇട്ടാൽ ഓടുമെന്ന്. ഇട്ട് കഴിഞ്ഞാൽ ജയിലിൽ പോയിട്ട് വരും. ഒരു വട്ടം പോയ അനുഭവം കൊണ്ട് ഇനി പോകണ്ട. ഓക്കെ, അതായത് ഈ പിന്നെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളത്തിൽ വീഴാൻ പേടിക്കുന്നു പറയുന്ന പോലെയാണ് ആറാട്ടണ്ണന്റെ. അത് നെഗറ്റീവേ വെക്കുള്ളൂ, മീഡിയക്ക് വരെ എല്ലാവർക്കും അറിയാം. കാരണം ആളുകളുടെ കുഴപ്പമാണ്, ആളുകൾക്ക് വേണ്ടത് അതാണ്.
പണ്ടും സിനിമകളിൽ സെക്സും വയലൻസ് ഇത്ര ഈറ്റാൻ കാണിക്കാൻ കാരണം ആളുകൾക്ക് വേണ്ടത് അതാണ്. മനസ്സിലായി. അപ്പം ആറാട്ടെണ്ണ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് രേണുസുതി എന്ന് പറയുന്നത്. രേണുസുതിയെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്കങ്ങനെ മോശം അഭിപ്രായമൊന്നുമില്ല. അവരുടെ ഭർത്താവ് വെച്ച് വേണം അവർക്ക് വേറെ കരിയർ വെക്കാം, വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം. അത് ആളുകളുടെ അസൂയാണ്, മലയാളികളുടെ അസൂയാണ്. ഒരാൾ വൈറലാവാൻ മലയാളികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ രേണുസുതി പറഞ്ഞതുപോലെ തന്നെ അസൂയ കൊണ്ടാണ് മലയാളികൾ ഞെറ്റിയിട്ട് പറയുന്നതെന്നാണ് അല്ല, അത് പെരേര അനുഭവിച്ചാണ്, ഞാൻ അനുഭവിച്ചാണ്, എല്ലാവരും അനുഭവിച്ചാൽ എല്ലാ സെലിബ്രിറ്റീസും അനുഭവിക്കുന്ന കാര്യമാണ്. ഈ തെറിവിളി മുഴുവൻ അതാണ്. ഓക്കെ, ഇപ്പൊ ഈ മമ്മൂട്ടി മോഹൻലാലിനേക്കാളൊക്കെ റീച്ച് നിങ്ങൾക്കാണെന്ന് പറയുന്നത് ശരിയാണോ? അത് പെരേര പറഞ്ഞ കേട്ടാണ്. പെരേര എനിക്കല്ല, എനിക്ക് പണ്ടായിരുന്നു. പെരേരക്ക് റീച്ച് ഉണ്ടായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ലാലേട്ടൻ മമ്മൂട്ടിക്കാട്ടും ഉണ്ട്. പെരേര പറയുന്നത് സോഷ്യൽ മീഡിയയിലെ മമ്മൂട്ടി മോഹൻലാലാണ് ഞാനും പെരേര എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ഫെയിം ഉള്ളത് സിനിമാക്കാരെക്കാട്ടും. അതിന് സിനിമാക്കാർക്ക് ഒരു കോംപ്ലക്സും ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒതുക്കാൻ നോക്കുന്നത്. ആദ്യം വനിത തിയേറ്റർ പുറത്താക്കി, പിന്നെ മീഡിയക്കാട് പറയാൻ തുടങ്ങി ഞങ്ങളുടെ വീഡിയോ എടുക്കണ്ട. അപ്പൊ അവരുടെ ഒരു കഴിവില്ലായ്മയാണ്, സിനിമാക്കാരുടെ കഴിവില്ലായ്മ തന്നെയാണ്. സിനിമാക്കാരുടെ കഴിവില്ലായ്മ അവര് 2-3 മാസം ഒരിക്കലേ വരുന്ന, ഞങ്ങൾ ഡെയിലി ന്യൂസിലാക്കുന്നു. ഞങ്ങളുടെ ഫെയിം അവർക്കില്ല, അതവർ പേടിക്കുന്നുണ്ട്. അതാണ് വനിത തിയേറ്റർ എന്നെയും പേരെ പുറത്താക്കിയത്. ഈവൻ എൻ്റെ അറസ്റ്റ് പോലും അതിന് പിന്നിൽ കാരണം അതാണ്. തുടരും പണം ഞാൻ റിവ്യൂ എടുക്കാൻ പാടില്ല തീരുമാനം ഉണ്ടായത്. അതാണ് അന്ന് അറസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം പ്രോസിക്യൂട്ടർ വന്നില്ല. ഒരു കളി തന്നെയായിരുന്നു, ശരിക്കും ഒതുക്കലായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 1 മില്യൺ റീച്ച് ഉണ്ടായിരുന്നു, അടിച്ചു കളഞ്ഞു, 2 തവണ കളഞ്ഞു. നല്ലൊരു കാൽക്കുലേറ്റർ മൂവ് തന്നെയാണ്. ഓക്കെ, അപ്പം ആറാട്ടെണ്ണം പറഞ്ഞു വരുന്നത് ഇത് പിന്നെ നടിമാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തതിനല്ല അപ്പൊ ശരിക്കും അറസ്റ്റ് ആയത്. അല്ലല്ല, അതൊന്നും ആ കേസ് നിലനിൽക്കില്ല. ഇത് സിനിമാക്കാരുടെ ഒരു അടവാണ്, ഒതുക്കാൽ പരിപാടിയാണ്. ആദ്യം വനിതാ തിയേറ്റർ പുറത്താക്കി, ഈ അറസ്റ്റ് അല്ലാതായിട്ട് ബന്ധമുണ്ടായി. ഓക്കെ, ഇപ്പം ഈ യൂട്യൂബേഴ്സിനെ അറസ്റ്റ്, ആദ്യം തൊപ്പി അറസ്റ്റ് ചെയ്തു, പിന്നെ ചെയ്താണ് അറസ്റ്റ് ചെയ്തു, ഇപ്പൊ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് റീച്ചേ ഉള്ളൂ, ഞങ്ങൾക്ക് ഹോൾഡ് ഇല്ല. ഇവർ സിനിമാക്കാർക്ക് കാശിലായതുകൊണ്ട് പോലീസിന് അവരുടെ ഹോൾഡ് ഉണ്ട്, ഇല്ലാത്ത വകുപ്പിലെടുത്ത് അറസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ ജയിലിലോട്ട് പോകുമ്പം ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്ന് അറിയുമ്പം സ്വാഭാവികമായിട്ട് വിഷമമൊന്നും തോന്നിയില്ലേ? എനിക്ക് വിഷമമില്ല. എൻ്റെ അമ്മയെ കുറിച്ച് ഒരു വിഷമം ഉണ്ടായിരുന്നു, വേറെ വിഷമം ഉണ്ടായിരുന്നില്ല. സാധാരണ ആൾക്കാർ ഒരു ട്രോമയിലേക്ക് പോകേണ്ടതാണ്. ഞാൻ അത് പോസിറ്റീവിൽ എടുത്തു, എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തു, പോസിറ്റീവിൽ എടുത്തു. അല്ലെങ്കിൽ വേറെ ആൾക്കാരാണെങ്കിൽ സം പീപ്പിൾ ജനറൽ സൂയിസൈഡ് ചെയ്യോ അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഏരിയയിൽ എടുത്തില്ല. അപ്പോൾ ഒരു വിഷമവും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഗോതമ്പുണ്ടി അങ്ങനെ ഒന്നല്ല, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഇല്ല, ഈ പറഞ്ഞ പോലെ ഒന്നല്ല. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് ആണല്ലോ, അതിന് ആഴ്ചയിൽ ഒരിക്കൽ മട്ടണും ചിക്കൻ ബിരിയാണിയെല്ലാം ഉണ്ട്. ബുക്കുകൾ വായിക്കാം, ചെസ് കളിക്കാം, സിനിമ കാണാം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ആറാട്ടനും ജയിലിന്റെ ഒരു ചിട്ടയായ ജീവിതം, ഒരു ഹോസ്റ്റലിലെ ജീവിതം പോലെയാണ്. പക്ഷെ ഫ്രീഡം ഇല്ല. ഇപ്പം ആറാട്ടണ്ണൻ ജയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയതില് ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, അയാൾക്ക് ഈ പറയുന്ന ക്രിമിനൽസ് അല്ലെങ്കിൽ അയാളുടെ പോലെ ആൾക്കാർക്ക് മാനസിക രോഗമാണുള്ളത്. ഇവരെ ട്രീറ്റാണ് ചെയ്യേണ്ടത്, ഇവരെ പണിഷല്ല ചെയ്യേണ്ടത്, ഇവർക്ക് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കൂടെ ഞാൻ ജയിലിൽ വന്നപ്പോൾ ഒരാൾ 3-4 തവണ കട്ടയെന്ന് ജയിലിൽ അറസ്റ്റായി, ജയിലിലിട്ടു, എന്നിട്ട് അയാൾ മാറുന്നില്ല. ഇത് സൈക്കാട്രി, ഇവരെല്ലാം ക്രിമിനൽസ് പറഞ്ഞാൽ അബ്നോർമൽ ആൾക്കാരാണ്, അവർക്ക് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, അല്ലാതെ പണിഷ്മെൻ്റ് അല്ല. ഓക്കെ, ഇപ്പം ആറാട്ടെണ്ണം പല സത്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ്. അങ്ങനെ തുറന്നു പറയുമ്പോൾ ആറാട്ടെണ്ണന് പേടിയും കാര്യങ്ങളൊന്നും തോന്നാറില്ലേ? ഞാൻ അങ്ങനെ ഇമേജ് കോൺഷ്യസ് അല്ല, ഇമേജ് കോൺഷ്യസ് ആളല്ല, ഓവർ ഫ്രാങ്ക് ആണ്, എല്ലാം തുറന്നു പറയാം. അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ ഈ ഫെയിം വേറെ രീതിയിൽ പോയാണ്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുള്ളത്? നഷ്ടങ്ങൾ പണി കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി പോലെ തന്നെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഡേറ്റിങ്ങിനോ ഒന്നും വരില്ല. കാരണം എല്ലാ കാര്യം തുറന്നു പറഞ്ഞു. ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഉണ്ടോ? ഡേറ്റിംഗ് ആപ്പിലൊന്നും ഇല്ല, ഒരുപാട് പേരോട് പറഞ്ഞില്ല അവർക്ക്. കാരണം ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് വന്നല്ലോ. സാധാരണ ആണെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് പോസിറ്റീവ് മാത്രമേ കാണിക്കുള്ളൂ, കല്യാണം കഴിച്ച ശേഷം നെഗറ്റീവ് ഉള്ള തണ്ണീറം കാണിക്കുള്ളൂ. നമ്മൾ ആദ്യമേ തണ്ണീറം കാണിച്ചുകൊണ്ട് റിജക്റ്റഡായി, എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ആയിരുന്നു നടക്കില്ല. ഇവനിപ്പോൾ ബിഗ് ബോസിന് പോലും പിൻവലിക്കാനുള്ള കാരണം അതൊക്കെയാണ്, ഈ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിൽ വിളിക്കേണ്ടതാണ്, അത് ഞാൻ പല കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് ഒരു കാലത്ത് തുറന്നു പറഞ്ഞു, പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പാർവതി തിരുവോത്ത് സ്ട്രഗിൾ ചെയ്തു, ഇപ്പോൾ സാന്ദ്ര തോമസ് സ്ട്രഗിൾ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും. അത് ഫിലോസഫറെ പ്ലേറ്റോൾ പറഞ്ഞതാണ്, ശ്രീകുമാരൻ തമ്മിലാണ് ഒരുപാട് പേര് ഒതുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക് ആണ്. കാരണം ഡിപ്ലോമസിയുടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് മോഹൻലാലും മഞ്ജു വാര്യർ. അവർ വളരെ ഡിപ്ലോമാറ്റിക് ആണ്. ഓക്കെ,
പിന്നെ നമ്മൾ ഈ ഫിലിം ഫീൽഡിന്റെ കാര്യത്തിലോട്ട് തന്നെ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരു നടനാണ് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മാധവ് സുരേഷ് ഗോപി വെച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് അരഗൻസ് ഉണ്ട്, അഹങ്കാരമുണ്ട്. പൃഥ്വിരാജിന്റെ അതേ രീതിയിൽ പഴയ പൃഥ്വിരാജിനെയാണ് കാണുന്നത്. പഴയ പൃഥ്വിരാജാണ് കുറച്ച് കോൺഫിഡൻസ് ആണ്, അഹങ്കാരമായിരുന്നു. പക്ഷേ ഇയാൾക്ക് കുറച്ച് അരഗൻസ് ഉണ്ട്. അതേ പൃഥ്വിരാജിന്റെ അന്ന് പഴയ പൃഥ്വിരാജിനെയാണ് കാണുന്നത്. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ നല്ല മനുഷ്യനാണ് തോന്നി. ഗോകുലും പാവമാണ്. ഇയാളെ ഒരു അരഗൻസ് ഉണ്ട്, സൂപ്പർ സ്റ്റാറിനുമാണ് പറഞ്ഞു. ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊരാൾ ജേസ്കിൽ അഭിനയിച്ച ഒരാൾ വിളിച്ചപ്പോൾ അയാളെ ഫോൺ എടുത്തത്. പക്ഷെ ഒരു അരഗൻസ് ഉണ്ട് പുള്ളിക്ക്. ഓക്കെ, ഞാൻ ആറാട്ടണ്ണന്റെ വീഡിയോ ഇപ്പൊ അടുത്ത് കണ്ടിരുന്നു. ചാണ്ടി ഉമ്മനോട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചിട്ട്, ചാണ്ടി ഉമ്മൻ ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനോട് അറിയാമെന്ന് ചോദിച്ചപ്പം പിന്നെ എല്ലാരും കളിയാക്കി ആ സമയത്ത് പുള്ളി പറഞ്ഞു ആരാട്ടൻ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചാണ്ടി ഉമ്മൻ ചോദിച്ചു. പുറത്തിറങ്ങിയപ്പോഴേക്ക് മറ്റേ മീഡിയ കോർത്ത് വീഡിയോയിൽ ചാണ്ടി ഉമ്മനായാലും ഐബി ഏട്ടനായാലും ഇത്തരത്തിൽ കളിയാക്കൽ കാണിച്ചത്, പരിഹസിക്കുകയോ ചെയ്തു. വിഷമം തോന്നിയില്ല? ആദ്യം കണ്ടപ്പോൾ പോസിറ്റീവായിട്ട് തോന്നി, പക്ഷെ പുറത്തിറങ്ങിയ വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം വെറുതെ ഒരു കോമാളിയിൽ കണ്ടിരിക്കുകയാണ്. എന്തിനാണ് അപ്പം അവരുടെ ഇപ്പൊ ഉമ്മൻചാണ്ടി ആണെങ്കിലോ അവരൊന്നും ഈ രീതിയിലല്ല, കുറച്ചുകൂടെ പക്വതയോടെ ഡീൽ ചെയ്യുള്ളൂ. ഇവർക്ക് ആ ഒരു പ്രായത്തിന്റെ ഒരു മെച്യൂരിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു രീതിയിൽ എന്തിനാണ് അപ്പം ഇന്നാളെ ഞാൻ കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതും പ്രശ്നമായി. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. പഴയ കമ്മ്യൂണിസ്റ്റിൽ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിജീവികളും മനുഷ്യത്തുള്ളവരായി. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞാൽ വെറും മനോരോഗിയിലെ ഗുണ്ടകളാണ്. അത് പറഞ്ഞപ്പോൾ ഇന്നോവ കാർ കൊണ്ട് അടുക്കി ഇടിക്കുന്ന പറയണ്ടായി. ഇതെന്ത് ജനാധിപത്യ രാജ്യമാണ് മനസ്സിലാവണില്ല. ഫ്രീഡം ഉള്ള കാര്യം പറഞ്ഞു. പഴയ കമ്മ്യൂണിസ്റ്റ് നല്ലതായിരുന്നു, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റും ശരിയല്ല. ഉള്ള കാര്യം പറഞ്ഞു, അത് അവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ. അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും നാണം കെടും പറഞ്ഞിട്ട് എന്തിനാണ് നടിമാർക്ക് കൈ കൊടുക്കാനും ഇങ്ങനെ അറിയും ചോദിക്കാനും പോകുന്നത്? ഞങ്ങൾ കൈ കൊടുക്കാനാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഫിലിം ഫീൽഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കാസ്റ്റിംഗ് കൗച്ച് പണ്ട് മുതലേ ഉള്ളതാണ്. അവിടെ റേപ്പുകൾ കാര്യം പോലും നടക്കണം. ഇപ്പം ഹേമ കമ്മിറ്റി എവിടെ പോയി? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഒരു കൈ കൊടുത്തതിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിനെക്കാട്ടും എന്തൊക്കെ സംഭവങ്ങൾ ആ സിനിമ ഫീൽഡിൽ നടക്കണം. വർഷങ്ങളോളമായിട്ട് കാസ്റ്റിംഗ് കൗച്ച് എന്തൊക്കെയുണ്ട്, അതൊന്നും ഇവർ ചർച്ച ചെയ്യാത്ത എന്താണ്? ഷാബുവിനായാലും സാന്തിൽ ദിനേശനായാലും ഷാനിയപ്പനല്ല, ഈ ആറാട്ടനും പെരേരയും അല്ലെങ്കിൽ വനിതാ തിയേറ്റർ അല്ലാതെ ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മണി ഇങ്ങനത്തെ കാര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഇപ്പൊ സാബുമോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാബുമോൻ ഇന്നലെ വിളിച്ചിട്ടായിരുന്നു. അപ്പോൾ നേരിട്ടൊന്നും കാണണം പറഞ്ഞു. എന്താണ് അടിക്കാനൊന്നും അറിയില്ല. എന്താ ചെയ്തത്? എന്ത് പരിപാടി ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളെ ആപ്പ് ചെയ്യാൻ ചോദിച്ചു, അറസ്റ്റിലവിടെ ആപ്പ് ചെയ്യാൻ ചോദിച്ചു. നമുക്ക് നേരിട്ടൊന്ന് കാണണോ? പുള്ളി അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ പുള്ളി ആയ നാറിപ്പോയല്ലോ. സാബുവിനല്ല ഇപ്പൊ നീലക്കോയിലെ ടാർഗറ്റ് ചെയ്യുക, ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. നീലക്കോയിലെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പുള്ളിക്കെല്ലാം ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മറ്റല്ല, ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. ഈ ഷാബുമോൻ സാധു ദിനേശൻ തങ്ങളെ കുറിച്ച് എന്തിനാ ബോധത്തിന് മനസ്സിലാവണില്ല. ഇവിടെ സിനിമാ ഫീൽഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാരണം ഉണ്ടാവില്ല? ഒരു കാര്യമില്ലാതെ ഇപ്പൊ സാബുമോൻ വിളിച്ച് കാണണം എന്നൊക്കെ പറയും. ഷാബുവിന് ആദ്യം ഒരു ഇന്റർവ്യൂവിൽ ഒരു എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. അതിനെ എല്ലാവരും നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. പുള്ളിക്ക് നെഗറ്റീവ്, അത് പുള്ളി നാ പറഞ്ഞു പോയി. അതിന്റെ ഒരു വൈരാഗ്യമായിരിക്കാം. അതിപ്പോ തീർക്കാൻ വേണ്ടി നടക്കാന്നാണ് പറയുന്നത്. അത് തീർത്തല്ലോ, അറസ്റ്റോടെ തീർന്നല്ലോ. പുള്ളി അപ്പൊ ഇതിന്റെ പിന്നിലെന്നാണ് പുള്ളിയല്ല PR വർക്കിൽ നടത്തിയിട്ടുണ്ട്. എനിക്കതറിയാം. ഇപ്പൊ എന്റെ ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട് ചെയ്യണം, കമന്റ്സ് മുഴുവൻ നെഗറ്റീവ് ആണല്ലോ. അത് PR വർക്കാണ്. പല ആൾക്കാരുടെ പ്ലാന്റ് PR വർക്കാണ്. അപ്പൊ ഇങ്ങനെ PR വർക്കൊക്കെ നടത്തുന്ന കാണുമ്പോൾ കേസ് കൊടുക്കാത്ത എന്താണ്? ഇവിടുത്തെ പോലീസിലോ ലോയിൽ യാതൊരു ജസ്റ്റിസും ഇല്ല. ഒരു കേസ് ഒരു പെൺകുട്ടി ചെയ്യുന്ന ആദ്യ ഒരു കേസ് കൊടുത്ത 2 ആഴ്ച റിമാൻഡാണ്. അത് കഴിഞ്ഞ് എത്ര നാൾ കൊണ്ട് കേസ് സോൾവ് ചെയ്യുന്നത്? ഇപ്പോൾ അഭയ കേസില്ല, രജിസ്റ്റർ അഭയ കേസില്ല 30 വർഷം എടുത്ത പോലീസാണെങ്കിൽ കറപ്റ്റാണ്. സിനിമാക്കാരിൽ പൈസയുണ്ട്. അവർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതിനനുസരിച്ച് സെക്ഷൻ ഇടും, പലതും ഇടും. ക്യാഷ് പവറായിട്ട് മാറുകയാണ്. ഇവിടെ പൈസയാണ് മെയിൻ തിങ്. ഓക്കെ, ഇനിയിപ്പം ആറാട്ടണ്ണന്റെ വിഷയത്തിലോട്ട് തന്നെ വരികയാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ആറാട്ടണ്ണനായിട്ട് തന്നെയാണ്. അത് ആ ബ്രൈറ്റൺ ആൾ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. എന്റെ ഭാഗം നന്നായിട്ട് വന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഒരു റിവ്യൂ? ആൾക്കാർ എന്താണ് പറഞ്ഞത്? നല്ല അഭിപ്രായമായി. പലരും വിളിച്ചു പറഞ്ഞു ആ ഭാഗം ശരിയായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടായിരുന്നു അതിൽ അഭിനയം? കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിക്ക് നല്ല പ്രശംസയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആറാട്ടണ്ണൻ മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ അഭിനയിക്കാനൊന്നും താല്പര്യമില്ലെന്നാണല്ലോ. എനിക്ക് അഭിനയിക്കാൻ വലിയ താല്പര്യമില്ല. അഭിനയം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. പക്ഷെ ആ ഷൂട്ടിങ് വളരെ മെനക്കെട്ട പണിയാണ്. ആ പ്രോസസ് അങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ സിനിമയിൽ വിളിച്ചാൽ അഭിനയിക്കും, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഇപ്പം ബസ്സൊക്കെ പോലത്തെ മൂവിയിലൊക്കെ ഫേസ് കാണിച്ച ആളാണ് ആറാട്ടണ്ണൻ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ജയിലിൽ പോയതിന് ശേഷം അതുപോലത്തെ ബിഗ് ബഡ്ജറ്റ് മൂവീസിനൊന്നും അവസരം വന്നില്ലേ? അവസരം വന്നിട്ടുണ്ടോ?
ചില മൂവീസ് വിളിക്കുന്നുണ്ട് അവർ, ഒന്ന് രണ്ട് മൂവീസിന് വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇത് അതിന് ബാധിക്കുകയും ചെയ്തിട്ടില്ല. ബാധിക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പം ഏതെങ്കിലും ഒമറിലൂടെ എന്നോട് ദേഷ്യമുണ്ട്, കാരണം പുള്ളിയുടെ പടത്തിന് നെഗറ്റീവ് കൊടുത്തോണ്ട്, ഞാൻ അഭിനയിച്ച പടത്തിന് നെഗറ്റീവ് കൊടുത്തു. ബാഡ് ബോയ്സില അതിന് പുള്ളിക്ക് വിഷമമുണ്ട്. പുള്ളി എന്താ പറഞ്ഞേ? നിങ്ങളുടെ അമ്മയെ ഓർത്തൊന്നും ചെയ്യുന്നില്ല പറഞ്ഞു. അതല്ല ഗുണ്ടാഴ്ച പുള്ളി പറഞ്ഞത്. ആ പടം ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അഭിനയിച്ച പടമായതുകൊണ്ട് ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റെ സ്വാർത്ഥതയാണ്. ഞാനത് നിഷ്പക്ഷമായിട്ട് പറഞ്ഞതാണ്. അപ്പം അങ്ങനത്തെ ഇഷ്ടമില്ലാത്ത പടത്തിൽ എന്തിനാണ് പോയി അഭിനയിച്ചത്? നമുക്ക് അറിയില്ലല്ലോ, ആകെ ഒന്നിട്ട് സീനല്ലേ ഉള്ളൂ. പടം പുറത്ത് വരുമ്പോഴേ അറിയാൻ പറ്റുമോ എങ്ങനെയാണ്. എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി അത് ഓടാൻ പോകുന്നതാണ്. ആകെ കൈ കിട്ടിയത് എൻ്റെ പെരയുടെ സീൻസ് വന്നപ്പോൾ കൈ കിട്ടിയത്. അപ്പൊ നിങ്ങളാണ് ശരിക്കും പറഞ്ഞ താരം എന്നാണ് പറയുന്നത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് റീച്ച് ഉണ്ട്, അതല്ലേ. എനിക്കിപ്പോൾ റീച്ച് ഇല്ല, റീച്ച് ഉണ്ട്. ഞങ്ങൾ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസാണ് സിനിമാക്കാരെക്കാട്ടും പോപ്പുള്ളത്. അത് അവർക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് അവർ മീഡിയക്കാർ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒതുക്കാൻ ശ്രമിക്കുമ്പം അതിനെതിരെ എന്താ ഫൈറ്റ് ചെയ്യാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫൈറ്റ് ചെയ്യാൻ നമുക്ക് അതിനുള്ള ഇത് വേണ്ട. ഇപ്പൊ ശാന്ത തോമസ് പോലെ ആൾക്കാർക്കെല്ലാം അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അന്ന് പിന്നിലുള്ള അന്ന് ഹോൾഡ് ഉണ്ട്, എനിക്ക് അവരറിയാം, ഹോൾഡ് ഉണ്ട്, മണി ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഞങ്ങൾ എന്ത് ചെയ്യാന്ന്. അപ്പം നല്ല രീതിക്ക് വിഷമം തോന്നുന്നുണ്ട് ഈ ആളുകൾ കളിയാക്കുമ്പോൾ. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് കമന്റ് ആണ് വരുന്നത്. അത് പി ആർ വർക്കാണ്, പ്ലാൻ പി ആർ വർക്കാണ്. കാണുമ്പോൾ ഒന്നും വിഷമമില്ല. വിഷമിച്ചിട്ട് കാര്യം ആദ്യകാലത്ത് വിഷമം തോന്നി, ഇപ്പൊ വിഷമമൊന്നുമില്ല. ഇപ്പൊ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? അത് സീസൺഡായി കേട്ട് അത് മരവിക്കാൻ തുടങ്ങി. നമുക്ക് തോൽക്കട്ടി കൂടിയിരിക്കുകയാണ്. അപ്പൊ ഇഗ്നോർ ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്? ഇഗ്നോർ ചെയ്യാം. നമ്മൾ പുറത്ത് പോയ ആൾക്കാർ കളിയാക്കും, നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കില്ല. നമ്മൾ ഐ കോണ്ടാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ കളിയാക്കും, പിന്നെ നമുക്ക് ഹേർട്ടാവും. എന്തിനാ വെറുതെ വേദന ചോദിച്ചു വാങ്ങിക്കുന്നത്. അപ്പൊ ആറാട്ടൻ എത്രയും നേരം നമ്മൾ കുറെ സീരിയസ് ടോപ്പിക് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ അപ്പോഴും ആറാട്ടണിലോട്ട് പൂർണ്ണമായിട്ട് എത്തിയില്ല. അപ്പം ആറാട്ടണ്ണന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 39. ഓക്കെ. ഇപ്പൊ ഇത്രയും കാലം കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ ആ ഒരു വിഷമമല്ലോ ഉള്ളില്? അല്ല, ഇവിടെ ഈ 12-13 വയസ്സാകുമ്പോൾ ആൾക്കാർ സെക്സ്വലി ഫിസിക്കലി മെച്ചുവേർഡാണ്. കല്യാണം കഴിക്കുന്ന 30 വയസ്സിലാണ്. അപ്പോൾ ഈ 12 വയസ്സ് 30 വയസ്സിനിടയിൽ സമയത്ത് ആൾക്കാർ ഈ ഫിസിക്കൽ നീഡിന് എന്ത് ചെയ്യും? മാസ്റ്റുർബേഷന് വേറെ സൊല്യൂഷനില്ല. അതിനെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഒന്നും പറയുന്നില്ല, ഇസ്ലാം എതിരാണ്, ഹിന്ദുയിസം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒരു കുഴപ്പം പറയാം, മാസ്റ്റുർബേഷൻ ലവിനേക്കാൾ കൂടുതൽ ലസ്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ ആണുങ്ങളുടെ അവസരത്തിൽ നമ്മളിപ്പോൾ കല്യാണം ചെയ്യുന്ന ഡിവോഴ്സ് ചെയ്യുന്ന സ്വത്ത് പോകും. ലിവിങ് ടു ദ ഗേൾഫ്രണ്ട് ചെയ്യുന്ന പീഡന കേസ് വരും, അവരാരോപണം ചെയ്യുന്ന. വല്ല പ്രോസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് വരും, കാശ് പോകും. പിന്നെ ആണുങ്ങൾ ചെയ്യണ ഏക കാര്യം മാസ്റ്റുർബേഷനാണ്, അല്ലെങ്കിൽ സ്വയംഭോഗമാണ്. വേറെ ഒന്നും ആണുങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ആണുങ്ങളുടെ അവസ്ഥ അതാണ്. പെണ്ണുങ്ങളുടെ അടുത്ത് വേറെ ഒന്നും പറ്റില്ല. ഇതാകുമ്പോൾ കാശും പോയില്ല, അസുഖവും പിടിക്കില്ല, ഒന്നുമില്ല. ഇതേ സൊല്യൂഷനുള്ളൂ. ഓക്കെ. അപ്പം ആറാട്ടെണ്ണം പറഞ്ഞു വരുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു ലൈംഗിക ദാരിദ്ര്യമാണോ കമന്റ് സെക്ഷനിൽ, പെണ്ണുങ്ങളുടെ കമന്റ് സെക്ഷനിൽ നമുക്ക് ലൈംഗിക ദാരിദ്ര്യം 2K കേസിലില്ല. അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് അവർക്ക് ലൈംഗിക ഫ്രസ്ട്രേഷൻ ഇല്ല. പക്ഷേ ഈ ഫേസ്ബുക്കിലെ അമ്മമാരാണല്ലോ, അവർക്ക് സെക്സ് ഫ്രസ്ട്രേഷൻ നന്നായിട്ടുണ്ട്. കാരണം അവർ കുറ്റപ്പെട്ട് കാര്യമില്ല, അവർ ജനിച്ചുള്ള സാഹചര്യം, അവർക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈംഗിക ദാരിദ്ര്യം അവർക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ വിറ്റു പോകുന്നത്. കാരണം അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്. അവർക്ക് ഇവർ ഈ എന്താണ് ആ വേർഡ് കിട്ടണില്ല, കപട സദാചാരം കാണിക്കുന്നത്. ഇവരിങ്ങനെ പുറമേ നീറ്റാണ് പറയുമെങ്കിലും ഉള്ളിൽ ഇവരെല്ലാം വൃത്തിയും കാണിക്കുന്നവരാണ്. അത് അവർ കുറ്റപ്പെട്ട കാര്യമില്ല, അവരുടെ ജനിച്ചു വല്ല സാഹചര്യം ഇങ്ങനെ പോയി. 2K കേസ് അല്ല, ലക്കിയാണ്, അവർക്ക് സെക്സ് ഫ്രസ്ട്രേഷൻ ഇല്ല. അപ്പം 2K കിഡ്സിന്റെ ഉള്ളില് പിന്നെ ഇതിനെ വെച്ച് പറയുകയാണെങ്കിൽ സെക്സ്വാലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ചിലർക്ക് ഇത് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യമായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ഇതെല്ലാം ആക്ച്വലി ഹോർമോണൽ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഹോമോസെക്സ്വാലിറ്റിയും ഹോർമോണലാണ്. അപ്പോൾ ഈ ചിലർക്ക് കൂടിയ ആൾക്കാർ അവരെ കഴപ്പ് അല്ലെങ്കിൽ ഞരമ്പ് രോഗി അങ്ങനെ പറയുന്ന അർത്ഥമില്ല. കാരണം അത് അവരുടെ വീക്ക്നെസ്സാണ്. അങ്ങനെയുള്ളവർ ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഇല്ലെങ്കിൽ അവർ കല്യാണം കഴിയരുത്. അത് അവരുടെ ഒരു വീക്ക്നെസ്സാണ്. ഹോമോസെക്സ്വാലിറ്റി എങ്ങനെ ഡീൽ ചെയ്യുന്ന അതുപോലെയാണ് ഇവരെ ഡീൽ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണോ നമ്മുടെ നാട്ടില് ബലാത്കാരങ്ങൾ കൂടി വരുന്നതെന്നാണ് പറയുന്നത്? ബലാത്സംഗ കേസുകളെല്ലാം കൂടി വരുന്നതെന്നാണ് പറയുന്നത്. അത് ഈ പീഡോഫൈലും മറ്റേ വരുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്. പക്ഷേ ഇപ്പം ഇതിപ്പോൾ പണ്ട് സിനിമകൾ കാണിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കാണാം. ഇപ്പോൾ അങ്ങനെ ലൈംഗിക ദാരിദ്ര്യം ഇപ്പോൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ സിനിമകളും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സിനിമയുടെ കേസ് ഒരു മിഡ് ജനറേഷൻ മിഡിൽ ഏജ് അവർക്കൊക്കെയാണ് ഇത് കൂടുതൽ.
ഞാൻ ഈ സിനിമേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരു റീല് കണ്ടു. ഒരു ഹിന്ദി സിനിമയാണ്. പക്ഷെ അതിൽ പച്ചയ്ക്ക് ഇരുന്ന ഒരു ചെറിയ കുട്ടി, ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടി സിനിമാ രംഗമാണ് എടുത്തു വെച്ചേക്കുന്നത്. പച്ചയ്ക്ക് ഇതുപോലത്തെ വാക്കുകളെല്ലാം യൂസ് ചെയ്യും. ഇപ്പോഴും നമുക്ക് അതുപോലത്തെ വാക്കുകൾ പറയാനോ യൂസ് ചെയ്യാനോ ഭയങ്കര മടിയായിരിക്കും കാര്യങ്ങളാണ്. പക്ഷെ ചെറിയ കുട്ടികളെ കൊണ്ടുവരെ ആ രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ വരെ ഇറക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നിപ്പോ അതുകൊണ്ട് ചെറിയ പിള്ളേർ പോലും ഇന്നസെന്റ് അല്ല, നിഷ്കളങ്കതയില്ല. അവരുടെ മൈൻഡ് വളരെ കറപ്റ്റ് ആയിരിക്കാം. പിന്നെ ഈ സെക്സ്വാലിറ്റിയുടെ സംഭവത്തിൽ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത് റിലീജിയൻസ് ആണ്. ഇതിനെ അത്ര മോശം കണക്കാക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഉള്ള വികാരമാണ്. എല്ലാവർക്കും ലവും ഉണ്ട്, ലസ്റ്റും ഉണ്ട്. ഇപ്പം മാധവിക്കുട്ടി പോലെ റൈറ്റേഴ്സിലെ പണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര മോശക്കാരിയാണ്. ഇത് തുറന്നു പറയുന്ന ആൾക്കാർ മോശക്കാരും ഇത് പറയാത്തവർ മാന്യന്മാരായിട്ട് മാറുകയാണ്. ഇതിനെ അത്ര മോശം കണക്കാക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ഞാൻ പറഞ്ഞു വന്ന ചോദ്യം, ഈ കുട്ടിയെ കൊണ്ട് വരെ ഡയലോഗ് അങ്ങനെ പറയിപ്പിക്കുന്ന രീതി ചെയ്തത് അതിപ്പോ കാണുന്ന പിള്ളേരും അങ്ങനെയാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഇന്നസെന്റ് അല്ല. 10 വയസ്സിന് താഴെ പിള്ളേർ പോലും പണ്ട് ഒരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഇന്നസെൻസ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിള്ളേർക്ക് ഇല്ല. കാരണം ഈ പോൺ വീഡിയോസ് പെർഫെക്റ്റ് സെക്സ്വാലിറ്റിയാണ്, ശരിക്കുള്ള സെക്സ്വാലിറ്റി അല്ല. അതൊന്നും അല്ല ബാൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ആറാട്ടണ്ണന്റെ കാഴ്ചപ്പാട് ഓക്കെ. അത് ആറാട്ടണ്ണന്റെ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട്. ഞാൻ സയന്റിഫിക് ആയിട്ടാ പറഞ്ഞത്, ശാസ്ത്രീയമായിട്ടാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ആറാട്ടണ്ണ വേറെ എനിക്ക് ചോദിക്കാനുള്ള കേസ് ഇപ്പം വേറെ കാര്യം, സിനിമാ ഫീൽഡിലുള്ളതാണ് കള്ള്, ഡ്രഗ്സ്, പെണ്ണ്, പിന്നെ ചതി. ഇല്ലെങ്കിൽ കള്ള്, ഡ്രഗ്സ്, പെണ്ണ്, ഈ 3 വിഷയം ഒരു മിക്ക ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഒരു ക്രിയേറ്റിവിറ്റിക്ക് സ്റ്റിമുലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് 3 സിനിമാ ഫീൽഡിൽ വരുന്നത്. ചതി വരാൻ കാരണം ബിസിനസ് കൊണ്ടാണ്. ഇത് 3 ഒരു ക്രിയേറ്റിവിറ്റി സ്റ്റിമുലേഷനായി മാറുന്ന സയന്റിഫിക്കായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആറാട്ടണ്ണ നമുക്ക് സിനിമാ മേഖലയെ പറ്റി പറഞ്ഞപ്പോഴാണ്, അഭിനയ മേഖലയെ പറ്റി പറഞ്ഞപ്പോഴാണ് എസ്മ പോലത്തെ സീരീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആറാട്ടണ്ണ അഭിനയിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഈ എന്താണ് പേര് പറഞ്ഞല്ലോ, ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നല്ലോ, അതിൽ ഇൻറ്റിമേറ്റ് സീൻ ചെയ്താണ്. അത് നമ്മൾ കഥാപാത്രം ഡിമാൻഡ് ചെയ്യാൻ എന്താ കുഴപ്പം? ഇവിടെ എത്ര ആക്ടേഴ്സ് ന്യൂഡായിട്ടും മറ്റെല്ലാം അഭിനയിക്കുന്നു. അതെന്താ കുഴപ്പം? എനിക്ക് ചാൻസ് കിട്ടി നല്ല മണി ഓഫർ ഇട്ട് ഞാൻ ചെയ്യും. പൈസ പൈസ ന്യൂഡായിക്കാൻ എന്താ കുഴപ്പം? ഇവിടെ ലാലേട്ടൻ തന്മാത്രം ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? കമലഹാസൻ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അതൊന്നും കാണിക്കുന്നില്ലല്ലോ അങ്ങനെ കാര്യമായിട്ട്. അത് ന്യൂഡായി എന്താ കുഴപ്പം? എന്താണ് ന്യൂഡായിട്ട് അഭിനയിക്കുന്നു, ഇൻറ്റിമേറ്റ് സീനൊന്നും കുഴപ്പമൊന്നുമില്ല. അതിൽ എല്ലാവരും സിനിമ എല്ലാം അത് ചെയ്യാത്ത ഏതെങ്കിലും ആക്ടേഴ്സുമാരും ഉണ്ടോ? എല്ലാവരും ചെയ്തിട്ടില്ല. കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതല്ല. ഇപ്പോൾ ലിപ്ലോക്ക് ആയാലും എന്താ കുഴപ്പം? എന്താ ഇത് പറഞ്ഞപ്പോഴാണ് ആറാട്ടണ്ണൻ നിമിഷ ബിജുവിനെ ലിപ്ലോക്ക് സീൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, അത് വേറെയാണ്. അത് ഞങ്ങൾ വേറെ ഒരു ഷോർട്ട് ഫിലിം പോലെ ഒരു സംഭവം പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൽ ലിപ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചാൽ അപ്പോൾ അവർക്ക് താല്പര്യമില്ല പോകണം. അതല്ലാതെ അവരെ ലിപ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇത് അവിടെ അത് മാത്രം എടുത്തിടുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നും. ഓക്കെ, മനസ്സിലായി. അപ്പം ആറാട്ടണ്ണന്റെ കാഴ്ചപ്പാട് ഇതൊക്കെയാണ്. അപ്പൊ ആറാട്ടണ്ണൻ എന്ത് സീൻ എന്ത് പൈസ കിട്ടിയാലും അഭിനയിക്കുന്നതാണ് അപ്പൊ പറഞ്ഞു വരുന്നത്. അത് കുഴപ്പം എന്താണ്? എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ഹോളിവുഡ് മൂവീസിലെല്ലാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ആറാട്ടണ്ണൻ സ്വയം ഹോളിവുഡ് ലെവലിലുള്ള സ്റ്റാർ അല്ല, അങ്ങനെയല്ല. അതെന്തോ എത്ര പേര് എന്നോട് ന്യൂഡായിട്ട് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഇനിമേറ്റ് ചെയ്യാനോ ഞാൻ ജീവൻ പ്രശ്നമൊന്നുമില്ല. അത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യാണ്. അപ്പൊ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇതാവും. അപ്പൊ എസ്മ പോലത്തെ സീരീസിലൊന്നും അഭിനയിക്കാൻ മടിയില്ലാത്ത ആളാണ്. മടിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ആറാട്ടണ്ണ നല്ല രീതിക്ക് എന്നെക്കൊണ്ട് മതിയായ ഇത്ര പ്രതീക്ഷിച്ചില്ല. അല്ല, എന്ത് കുഴപ്പം? ഇതിലെല്ലാം ഇത്ര മോശം കണക്കാക്കില്ല. സെക്സ്വാലിറ്റിയിൽ ഇത്ര മോശം കണക്കാക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, ഞാനങ്ങനെ മോശമായിട്ടൊന്നല്ല പറഞ്ഞു. ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഇതിപ്പോ ആണുങ്ങൾക്ക് പെട്ടെന്ന് ആണുങ്ങളെ സെക്സ്വാലിറ്റി പെണ്ണുങ്ങളുടെ സെക്സ്വാലിറ്റി വ്യത്യാസം. ആണുങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിമുലേറ്റർ ആണ്. അത് പെണ്ണുങ്ങൾ കുറെ മുതലെടുക്കുന്നുണ്ട് നിയമങ്ങൾ വെച്ച. അതിന് ഇത്ര മോശം കണക്കാക്കേണ്ട ആവശ്യം മതങ്ങളാണ് അങ്ങനെ ആക്കിയത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഒരാളും പറയാം, ഒരാളെ നിർബന്ധിക്കുമ്പേ പ്രശ്നം. മ്യൂച്വൽ കൺസെന്റിൽ രണ്ടുപേരും ഇൻവോൾവ് ചെയ്യുന്ന കുഴപ്പമില്ല. ഒരാളെ നിർബന്ധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതാണ് സിനിമ ഫീൽഡിൽ കാസ്റ്റിംഗ് ഔട്ടിൽ നടക്കുന്നത്. ഇല്ലെങ്കിൽ പ്രശ്നമല്ല, ലീഗലിയും പ്രശ്നമല്ല. ഓക്കെ. അപ്പൊ ആറാട്ടണ്ണ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു. പെരയുടെ അമ്മൂമ്മ വെച്ചിരിക്കാം. അപ്പൊ അതിനു വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ആണോ? ഓക്കെ.